എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റിജി ടി, സീനിയർ ഇൻസ്ട്രക്ടർ MMB ഗവൺമെൻറ് ATM മലമ്പുഴ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വരുന്ന എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, EFIയിൽ വരുന്ന എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, function of each part of engine management system, define the ECU of electronic fuel injection system, define actuators. ആദ്യമായി എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. The engine management system is the arrangement of the devices for controlling a vehicle engine. ഒരു വാഹനത്തിലെ എൻജിനെ കൺട്രോൾ ചെയ്യാനായി കൊടുത്തിരിക്കുന്ന ചില ഡിവൈസസിനെ പറയുന്ന പേരാണ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഡിവൈസ് ചേർന്നതിനെ പറയുന്നതാണ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉള്ളടങ്ങിയിരിക്കുന്നത് ഫ്യൂൽ സിസ്റ്റമുണ്ട്, എയർ ഫ്ലോ സിസ്റ്റം, ഇഗ്നീഷൻ സിസ്റ്റം, ടെമ്പറേച്ചർ ആൻഡ് എമിഷൻ കൺട്രോൾ സിസ്റ്റം, കൂടാതെ സെൻസേഴ്സ്, ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ആൻഡ് ആക്ടിവേറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ ഫ്യൂൽ സിസ്റ്റം, എയർ ഫ്ലോ സിസ്റ്റം, ഇഗ്നീഷൻ സിസ്റ്റം, ടെമ്പറേച്ചർ ആൻഡ് എമിഷൻ കൺട്രോൾ സിസ്റ്റം, സെൻസേഴ്സ്, ECM, ആക്ടിവേറ്റേഴ്സ്, ഇതെല്ലാം കൂടെ ചേർന്ന ഡിവൈസ് ഒറ്റ യൂണിറ്റിനെ പറയുന്ന പേരാണ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐഡിൽ കൺട്രോൾ സിസ്റ്റം എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പാർട്ടാണ് ഐഡിൽ കൺട്രോൾ സിസ്റ്റം. ഐഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാഹനത്തിനെ ഐഡിലിങ്ങിൽ നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം. അപ്പോൾ ഐഡിൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ എ സ്യൂട്ടബിൾ ഐഡിൽ സ്പീഡ് ടു പ്രിവെൻറ്റ് സ്റ്റാളിങ്. ഫ്യൂവലിൻ്റെ ഇല്ലായ്മയില്ലാതെ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ ലഭിക്കുന്ന വിധത്തിൽ ഒരു വാഹനത്തിനെ ഐഡിലിങ്ങിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സിസ്റ്റമാണ് ഐഡിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. വെൻ അഡീഷണൽ ലോഡ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ എൻജിൻ, വാഹനത്തിൽ അഡീഷണലായിട്ട് ഐഡിലിംഗ് നിൽക്കുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ എന്തെങ്കിലും ലോഡ്, എക്സാമ്പിൾ ഒന്ന് AC ഓൺ ചെയ്യുകയാണെങ്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ ബാധിക്കാത്ത വിധത്തിൽ ഐഡ്ലിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഡിവൈസാണ് ഐഡ്ലിംഗ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ദി സിസ്റ്റം കൺട്രോൾസ് ദ ബൈപ്പാസ് എയർ ഫ്ലോ ബൈ ECM ആൻഡ് IAC. ഇൻടേക്ക് എയർ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നതും ECM എന്ന് പറയുന്നതിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഈ ഐഡ്ലിംഗ് കൺട്രോൾ സിസ്റ്റം അതിൻ്റെ ഫങ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത്. കോൾഡ് സ്റ്റാർട്ട് സിസ്റ്റം, ഈസി സ്റ്റാർട്ടിങ്, വളരെ തണുത്തിരിക്കുന്ന കണ്ടീഷൻ ഈസി സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കമ്പോണൻ്റാണ് കോൾഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. കോൾഡ് സ്റ്റാർട്ട് സിസ്റ്റം പ്രൊവൈഡ് അഡീഷണൽ ഫ്യൂവൽ ഡ്യൂറിങ് സ്റ്റാർട്ടിങ് കണ്ടീഷൻ അക്കോർഡിംഗ് ടു ദ എൻജിൻ ടെമ്പറേച്ചർ. എൻജിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് നമ്മൾ എയർ ഫ്യൂവൽ റേഷ്യോയിൽ വ്യത്യാസം വരുത്തണം. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ റേഷ്യോ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അത് കൺട്രോൾ ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കോൾഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എയർ ഫ്ലോ മോണിറ്ററിങ്, എൻജിനകത്തേക്ക് വരുന്ന എയറിൻ്റെ ഫ്ലോ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻസേഴ്സ് നമ്മൾ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ, അതിന് കടന്നു വന്നിരിക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ നോക്കണം, വോളിയം നോക്കണം, ഡെൻസിറ്റി, മാസ്. ഒന്നുകൂടെ വായിക്കാതെ, ഡിപ്പെൻഡിങ് ഓൺ ദ അപ്ലിക്കേഷൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻസേഴ്സ് മെഷർ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എയർ എൻ്ററിങ് എൻജിൻ. എൻജിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എയറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി, MAP സെൻസർ, MAF സെൻസർ എന്ന് പറയുന്ന അങ്ങനത്തെ നമ്പർ ഓഫ് സെൻസേഴ്സിന് വേണ്ടി പ്രൊവൈഡ്. ഇതെല്ലാം കൂടി ചേർന്നതിന് പറയുന്ന പേരാണ് എയർ ഫ്ലോ മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് ഐഡിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് സ്ലോ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. കോൾഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ ഈസിയായി ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഫ്യൂൽ റേഷ്യോ വ്യത്യാസം വരുത്താൻ കൊടുക്കുന്നത്. എയർ ഫ്ലോ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന എയറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ മെഷർ ചെയ്തിട്ട് ECUയിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് എയർ ഫ്ലോ മോണിറ്ററിംഗ് സിസ്റ്റം. ഓക്കെ. ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ECU കണ്ടിന്യൂസ്ലി റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം സെൻസേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ടു ഡിറ്റർമൈൻഡ് ഇഞ്ചക്ടർ പൾസ് വിഡ്ത്ത്. ECUയിലേക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻസിലൂടെ കിട്ടുന്ന സിഗ്നൽസിനെ ഇഞ്ചക്ടറിൻ്റെ പൾസ് വിഡ്ത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സിസ്റ്റമാണ്, കൺവേർട്ട് ചെയ്ത് ഇൻഫർമേഷനായിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സിസ്റ്റമാണ് ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇഞ്ചക്ടറിൻ്റെ പൾസ് വിഡ്ത്ത്, ഓരോ പ്രാവശ്യവും ഇഞ്ചക്ടറിൽ വരുന്ന സ്പ്രേയിങ്ങിൻ്റെ പൾസ് എത്രയെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സിസ്റ്റമാണ് ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്.
ഫീഡ്ബാക്ക് ആൻഡ് ലൂപ്പിംഗ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഫീഡ്ബാക്ക് ഫ്രം എക്സോസ്റ്റ് ഗ്യാസ് ഓക്സിജൻ സെൻസർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ഓഫ് ദി എയർ ഫ്യൂൽ മിക്സ്ചർ. അതായത് എഞ്ചിനകത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസിനകത്തുനിന്നും ഓക്സിജൻ എത്രത്തോളം ഉണ്ടെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനിലേക്ക് വീണ്ടും എയർ ഫ്യൂൽ റേഷ്യോ വ്യത്യാസം വരുത്തി കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫീഡ്ബാക്ക് ആൻഡ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. O2 സെൻസറും ECRും എല്ലാം കൂടി എക്സോസ്റ്റ് ഗ്യാസ് കൺട്രോൾ സർക്കുലേറ്ററും ഒക്കെ കൂടെ ചേർന്ന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. നെക്സ്റ്റ് വൺ, വേരിയബിൾ ഇൻടേക്ക് മാനിഫോൾഡ് സിസ്റ്റം. വേരിയബിൾ ഇൻടേക്ക് മാനിഫോൾഡ് സിസ്റ്റം വാരി ദ എഫക്റ്റീവ് മാനിഫോൾഡ് പൈപ്പ് ലൈൻ. അതായത് സാധാരണ എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിനകത്തേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന പാസേജിൻ്റെ സർക്യൂട്ട് ലെങ്ത്ത് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്ന ഒരു കൺട്രോളിംഗ് സിസ്റ്റമാണ് വേരിയബിൾ ഇൻടേക്ക് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ ലോഡിനനുസരിച്ചിട്ട് ഷോർട്ട് പീരീഡിനകത്തേക്ക് ഷോർട്ട് ടൈം കൊണ്ട് ഇതിനകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ എൻട്രി ചെയ്യുന്ന പോലെയും എഞ്ചിന് വേറെ അല്ലാത്ത സമയങ്ങളിൽ ലോങ് ലെങ്ത്തിൽ കൂടെ എയർ ഫ്യൂൽ മിക്സ്ചർ എൻട്രി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് വേരിയബിൾ ഇൻടേക്ക് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദി സിസ്റ്റം പ്രൊവൈഡ്സ് കൺട്രോൾസ് ടു ഒപ്റ്റിമൈസ് പവർ ആൻഡ് ടോർക്ക് അക്രോസ് ദ റേഞ്ച് ഓഫ് എഞ്ചിൻ സ്പീഡ് ഓപ്പറേഷൻ ആസ് വെൽ ആസ് ഹെൽപ്പ് പ്രൊവൈഡ് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി. നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി ലഭിക്കുന്നതിനും പവറും ടോർക്കും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ECU, ഇറ്റ് ഈസ് മേജർ പാർട്ടാണ്. ദ ബേസിക് ഫങ്ഷൻ ഓഫ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഈസ് ടു കൺട്രോൾ ദ പൾസ് വിഡ്ത്ത് ഓഫ് ദ ഇഞ്ചക്ടർ. ഏറ്റവും കൂടുതലായിട്ട് ECU ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറയുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറിലേക്കുള്ള ഫ്യൂലിൻ്റെ സ്പ്രേ ചെയ്യുന്നതിലുള്ള പൾസ് വിഡ്ത്ത് അക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇൻ അഡീഷൻ ടു ദ എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, the ECU controls additional functions such as ignition timing and fuel pump operation. ഫ്യൂൽ പമ്പിൻ്റെ ഓപ്പറേഷനും ഇഗ്നിഷൻ ടൈമിങ്ങിൻ്റെ ഓപ്പറേഷനും ഒക്കെ കൺട്രോൾ ചെയ്യും കൂടി ECU കൺട്രോൾ ചെയ്യുന്നുണ്ട്. എൻജിൻ സ്പീഡ് ലിമിറ്റിംഗ്. ആൻഡ് ECU ക്യാൻ കൺട്രോൾ എൻജിൻ സ്പീഡ് ലിമിറ്റിംഗ്. അതായത് ഒരു എഞ്ചിൻ്റെ സ്പീഡ് നമുക്ക് ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്യൂൽ പമ്പിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഐഡ്ലിംഗ് സ്പീഡ് കൺട്രോൾ വേരിയബിൾ ഇൻടേക്ക് മാനിഫോൾഡ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ അല്ലെങ്കിൽ EGRലൂടെ ചെയ്യുന്നുണ്ട്. ആൻഡ് എവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ സിസ്റ്റം. ഇത്തരമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളൊരു എഞ്ചിൻ്റെ സ്പീഡ് ഇതിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു മാൾ ഫങ്ഷനിങ് ഇൻഡിക്കേറ്റർ ലാമ്പ് MIL. എ ചെക്ക് എഞ്ചിൻ ലാമ്പ്. എഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ലാമ്പ്. കോമൺലി ഫൗണ്ട് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് പാനൽ ഓർ ഡാഷ് ബോർഡ് ഓഫ് മോസ്റ്റ് ഓട്ടോമൊബൈൽസ്. സാധാരണ വാഹനങ്ങളുടെ ഡാഷ് ബോർഡിലും ഇൻസ്ട്രുമെൻറ്റ് പാനലിലാണ് നമ്മുടെ MIL അല്ലെങ്കിൽ മാൾ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് കാണുന്നത്. ഓർ എ ഡാറ്റ സ്കാനർ ക്യാൻ ബി യൂസ്ഡ്. അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്കാനർ എഞ്ചിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു ഡാറ്റ സ്കാനറോ അല്ലെങ്കിൽ ഒരു മാൾ ഫങ്ഷനിങ് ലാമ്പോ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻ ബി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പ്രോബ്ലംസ് ഇൻ ദ എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. എ കോഡ് ഇൻഡിക്കേറ്റ്സ് വെർ ദ ഫാൾട്ട് മേ ബി. എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഒരു MIL എന്ന് പറയുന്ന ഒരു മാൾ ഫങ്ഷൻ ലാമ്പോ അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്കാനറോ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലത്തെ ഇത്രയും പറഞ്ഞത് കമ്പോണൻസ് സിസ്റ്റം കൺട്രോളുകളായിരുന്നു. സാധാരണയായിട്ട് സിസ്റ്റം വെച്ചുകൊണ്ട് ഒന്നും എയർ ഫ്ലോ എങ്ങനെ കൺട്രോൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഒരു മേജർ കമ്പോണൻ്റാണ് ECU എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ദ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദി എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വിച്ച് ഈസ് വെർച്വലി ദ ബ്രെയിൻ ഓഫ് ആൻ എഞ്ചിൻ. ഒരു എഞ്ചിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി എഞ്ചിൻ കൺട്രോൾ യൂണിറ്റാണ്. സാധാരണ ഒരു എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് നമുക്ക് ഇൻപുട്ടുമുണ്ട് ഔട്ട്പുട്ടുമുണ്ട്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ആൻ ECU. ഇതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ ഇൻപുട്ട് എന്ന് പറയും. റിപ്ലൈ തിരിച്ച് വീണ്ടും ഈ ECUയിൽ നിന്നും ആക്ടിവേറ്റേഴ്സിലേക്ക് അടുത്ത ഡിവൈസിലേക്ക് പോകുന്ന കൺട്രോളിങ് ഡിവൈസിലേക്ക് പോകുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് കണ്ടെയ്ൻസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ECU എന്ന് പറയുന്നതിൽ ഹാർഡ്വെയറുമുണ്ട് സോഫ്റ്റ്വെയറുമുണ്ട്. The printed circuit board PCB of the ECU consists of a microcontroller chip or the CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും. സാധാരണയായിട്ട് ECUവിനകത്ത് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്, PCB ബോർഡ്. അല്ലെങ്കിൽ ദ ECU കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിനകത്ത് തന്നെ സാധാരണയായിട്ട് ഒരു മൈക്രോ കൺട്രോളർ ചിപ്പോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും.
The software is stored in the central processing unit or chip on the PC. ഈ പി സി ബി ബോർഡിലുള്ള ചിപ്പിനകത്തോ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്തോ ഇതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു റീപ്രോഗ്രാം ദ ഇ സി യു ബൈ അപ്ഡേറ്റിംഗ് ദ സോഫ്റ്റ്വെയർ. നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം ഏതെങ്കിലും സമയത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇ സി യുവിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബൈ റീപ്ലേസിങ് ദ ചിപ്സ്. ഒന്നുകിൽ നമുക്കിതിനകത്ത് സി പി യുവിനകത്തേക്ക് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്തേക്ക് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചിപ്പ് ഉണ്ടല്ലോ, എന്ത് ചിപ്പാണ്, മൈക്രോ കൺട്രോളർ ചിപ്പ് എന്ന് പറയുന്നില്ല, അത് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ ചിപ്പ് പുതിയ അപ്ഡേറ്റിംഗ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറും ഉണ്ട്, കൂടാതെ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഇങ്ങനത്തെ ചിപ്പും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. All the engine sensors send data input by the way of electrical signal to ECU. പല സെൻസറുകളിൽ നിന്നും ഇലക്ട്രിക്കൽ ഡാറ്റ ഇൻഫർമേഷനായിട്ട് സി പി യുവിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ചിപ്പിനകത്തേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻ ടേൺ കൺട്രോൾസ് വേരിയസ് ആക്ടിവിറ്റീസ്, ഇഗ്നിഷൻ ടൈമിംഗ് ആൻഡ് വേരിയബിൾ വാൽവ് ടൈമിംഗ്. ഇതിനകത്തേക്ക് വരുന്ന ഇൻഫർമേഷൻ എല്ലാം എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ്, പല ആക്ടിവിറ്റീസിനെ എങ്ങനെ അല്ലെങ്കിൽ ഇഗ്നിഷൻ ടൈമിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, വേരിയബിൾ വാൽവ് ടൈമിങ്ങിന് എങ്ങനെ വ്യത്യാസം വരുന്നത് എന്നുള്ള ഇൻഫർമേഷൻസിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസാണ് പല സെൻസേഴ്സ് ഇതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. നേരത്തെ കിട്ടിയ ഇൻപുട്ടുകളെല്ലാം ഇത് വീണ്ടും തിരിച്ച് ഈ ആക്ടിവിറ്റീസിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് സിഗ്നൽസ് ആയിട്ട് ഇതിൽ നിന്നും പുറത്ത് പോകുന്നുമുണ്ട്. അപ്പോൾ ഒരു എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ്. അതിനകത്ത് ഹാർഡ്വെയറുമുണ്ട്, സോഫ്റ്റ്വെയറുമുണ്ട്, പിന്നെ ഒരു പി സി ബി ഉണ്ട്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുണ്ട്, അതിനകത്ത് തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു മൈക്രോ കൺട്രോളർ ചിപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർസ് മൈക്രോ കൺട്രോളർ ചിപ്പിലോ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നു. ഏതെങ്കിലും സമയത്ത് അത് റീഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ചിപ്പിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ ചിപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇൻപുട്ട് ഓഫ് ഇ സി. എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, സർക്യൂട്ട് വിച്ച് ഫീഡ് ഇൻഫർമേഷൻ ടു ഇ സി. ഇതിനകത്തേക്ക് ഇ സിനകത്തേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷന് പറയുന്ന പേരാണ് ഇൻപുട്ട് ഓഫ് ദി ഇ സി എന്ന് പറയുന്നത്. സാധാരണ സെൻസർ സർക്യൂട്ടുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ് ദ ഇ സി എന്ന് പറയുന്നത്. സെൻസർ ഐദർ ജനറേറ്റ് വോൾട്ടേജ് ഓർ റെസിസ്റ്റൻസ് ആൻഡ് ദെൻ മോഡിഫൈഡ് വോൾട്ടേജ് സെൻഡ് ടു ഇ സി യു. സെൻസറുകൾ അതിന് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ഒരു വോൾട്ടേജ് ആയിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ മാറ്റിയിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇ സിയിലേക്ക് കൊടുക്കുന്നു. അത് ഇൻഫർമേഷൻ ഇ സിയിലേക്ക് കിട്ടുന്നത് ഒന്നുകിൽ ഒരു ഇലക്ട്രിക് കറണ്ട് രൂപത്തിലാണ് ലഭിക്കുന്നത്. അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇ സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇ സിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഏത് സർക്യൂട്ടാണ്? സെൻസർ സർക്യൂട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇ സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ഓഫ് ഇ സി യു, ദാറ്റ് ഈസ് ആക്ടുവേറ്റർ യൂണിറ്റ്. അതായത് സെൻസറുകൾ നൽകുന്ന ഇൻഫർമേഷൻസ് ഇ സി യു റിസീവ് ചെയ്തതിന് ശേഷം ഇ സി യു തിരിച്ച് ഇതിൽ നിന്നും പുറത്തോട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. എന്താണ് അതിന് പ്രതിവിധി, അല്ലെങ്കിൽ എന്താണ് അതിൽ ചെയ്യേണ്ടത്, എന്താണ് മാറ്റം വരുത്തേണ്ടത്, ആ ഇൻഫർമേഷൻസിന് നമ്മൾ കൊടുക്കുന്നത് സാധാരണയായിട്ട് ആക്ടുവേറ്റേഴ്സിലേക്കാണ്. ഈ ആക്ടുവേറ്റേഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പാർട്ട് പോലത്തുള്ള യൂണിറ്റുകളായിരിക്കും. അങ്ങനെയുള്ള ആ യൂണിറ്റുകളിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസിനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഓഫ് ദ ഇ സി യു. അതായത് ആക്ടുവേറ്റർ സർക്യൂട്ടിനെയാണ് നമ്മൾ സാധാരണ ഔട്ട്പുട്ട് ഓഫ് ദ ഇ സി യു എന്ന് പറയുന്നത്. ദീസ് സർക്യൂട്ട്സ് അലോ ദ ഇ സി യു ടു കൺട്രോൾ റിക്വയർഡ് ആക്ടുവേറ്റേഴ്സ്. അതായത് ഇ സി യുയിൽ നിന്നും ആക്ടുവേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഓഫ് ദ ഇ സി യു എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ആക്ടുവേറ്റേഴ്സ് നോക്കാം. ആക്ടുവേറ്റേഴ്സ് ആർ ഡിവൈസസ് ദാറ്റ് വർക്ക് ഓപ്പോസിറ്റ് ടു സെൻസർ. ഒരു സെൻസറിന് ഓപ്പോസിറ്റായിട്ട്, അതായത് സെൻസർ സെൻസ് ചെയ്ത് ഇ സി യുയിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനെ ഇ സി യു വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പുറത്തോട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന യൂണിറ്റിനെ പറയുന്ന പേരാണ് ആക്ടുവേറ്റേഴ്സ് എന്ന് പറയുന്നത്. എ സെൻസർ കൺവേർട്ട് എ ഫിസിക്കൽ ഇവൻറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. സാധാരണയായിട്ട് സെൻസർ എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ ആ റൊട്ടേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് ഒരു സിഗ്നൽ രൂപത്തിലാക്കിയിട്ട് ഒരു കറണ്ട് രൂപത്തിലാക്കിയിട്ടാണ് ഇ സിയിലേക്ക് കൊടുക്കുന്നത്. സെൻസർ റിസീവ് ചെയ്യുന്ന ഫിസിക്കൽ രൂപമാണ്. ഫിസിക്കൽ ഇവൻറ്റിനാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്തത് എന്താണ്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇ സിയിലേക്ക് കൊടുക്കുന്നത്. ബട്ട് വെറാസ് ദ ആക്ടുവേറ്റർ കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ദ ഫിസിക്കൽ ഇവൻറ്റ്. അതായത് ആക്ടുവേറ്ററിൽ കിട്ടുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നലാണ്. പക്ഷേ അത് നേരെ എന്തായിട്ട് ആക്ടുവേറ്റർ കൊടുക്കാൻ പറ്റുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇവൻ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് സെൻസർ എന്താണെന്ന് ചോദിച്ചാൽ കൺവേർട്ട് ഫിസിക്കൽ ഇവൻറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ, ബട്ട് ആക്ടുവേറ്റർ കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ഫിസിക്കൽ ഇവൻറ്റ്. വെൻ സെൻസേഴ്സ് ആർ യൂസ്ഡ് അറ്റ് ഇൻപുട്ട് ഓഫ് എ സിസ്റ്റം, ആക്ടുവേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ഔട്ട്പുട്ട് ഫങ്ഷൻ ഇൻ എ സിസ്റ്റം ആസ് ദ കൺട്രോൾ ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസ്.
അതായത് സെൻസർ ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആക്ടിവേറ്റേഴ്സ് അതിൻ്റെ ഇസ്യൂവിൻ്റെ ഔട്ട്പുട്ട് റിസീവ് ചെയ്തിട്ടാണ് സിസ്റ്റത്തിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ. ഇനി എൻജിൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു സിമ്പിൾ ഫിഗർ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻജിൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻപുട്ട് എന്താണെന്നുള്ളതും ഔട്ട്പുട്ട് വേരിയസ് സെൻസേഴ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇഗ്നിഷൻ സർക്യൂട്ട്, സ്പാർക്ക് പ്ലഗ്സ്, ഐഡ്ലിംഗ് എയർ കൺട്രോൾ വാൽവ്, ത്രോട്ടിൽ കൺട്രോൾ വാൽവ്, ഇഞ്ചക്ടേഴ്സ്, O2 സെൻസർ, ഹീറ്റർ, അങ്ങനെ നമ്പർ ഓഫ് ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫാൻ, ഫ്യൂൽ പമ്പ്, റേഡിയേറ്റർ ഫാന്, അങ്ങനെ AC ആയിട്ട് ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് സ്വിച്ചസ്, ഇതെല്ലാം എന്താണ് ഓട്ടോമാറ്റിക് സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എന്താണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. അതായത് ECUവിൻ്റെ ഔട്ട്പുട്ട് യൂണിറ്റാണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എല്ലാം സെൻസറുകളാണ്. ഈ സെൻസറുകളാണ് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ റിസീവ് ചെയ്തിട്ട് ഫിസിക്കൽ ഇവൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ECU അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് തന്നെയാണ് ആക്ടിവേറ്റേഴ്സ് കൊടുക്കുന്നത്. അത് ഫിസിക്കൽ ഇവൻ്റായിട്ട് ആക്ടിവേറ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് എന്താണ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ECU എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് റിസീവ്സ് ദ വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് സെൻസേഴ്സ് ആൻഡ് കൺട്രോൾസ് എ സീരീസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ടു എൻഷുവർ ദ ഒപ്റ്റിമം എഞ്ചിൻ പെർഫോമൻസ്. നമുക്കറിയാം എലക്ട്രോണിക് എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ECU എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എ ബ്രെയിൻ ഓഫ് എഞ്ചിൻ വെഹിക്കിളിൻ്റെ ബ്രെയിൻ തന്നെ പറയാം നമുക്ക് ECU എന്ന് പറയുന്നത്. ഈ ECUയിലാണ് എല്ലാ ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ഈ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ECU കൊടുക്കുന്ന ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് സിസ്റ്റം, എഞ്ചിനകത്തുള്ള ഓരോ സിസ്റ്റവും വളരെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ECU എന്ന് പറയുന്നത് വളരെ മേജറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ് എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്ന് പറയുന്നത്. ECU മേ ബി നെയ്മഡ് ആസ് എഞ്ചിൻ കൺട്രോൾ മോഡ്യൂൾ, ECM. അതിൻ്റെ വേറൊരു പേരാണ് എഞ്ചിൻ കൺട്രോൾ മോഡ്യൂൾ. ECU എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റാണ്. ECM എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കൺട്രോൾ മോഡ്യൂളാണ്. അതിനെ തന്നെ വേറെ പറയുന്നത് PCM എന്നും പറയാറുണ്ട്, പവർ ട്രെയിൻ കൺട്രോൾ മോഡ്യൂൾ എന്നും പറയാറുണ്ട്. അതിൻ്റെ ഒരു ചിത്രം, വളരെ സിമ്പിളായിട്ടൊരു ചിത്രം നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക. തിരിച്ചറിയാൻ ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറാണ്. ഇൻസൈഡ് ദി ECU ഹാവ് എ മൈക്രോ കമ്പ്യൂട്ടർ. മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നുകൂടി വിശദമാക്കി പറയാം. ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ് ECUവിനകത്ത് ഉള്ളത്. മൈക്രോ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് എ റാം. ഇതിനകത്തൊരു റാം ഉണ്ടെന്ന് അറിയാം. നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഹാർഡ്വെയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റാം എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. ഡാറ്റ സപ്ലൈഡ് ബൈ ദ സെൻസർ ഈസ് സ്റ്റോർഡ്. ഈ റാമിലാണ് സെൻസറുകൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ECU സെൻസറിന് കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് റാം എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്സ് ആർ ആൾസോ റെക്കോർഡഡ് ഇൻ റാം. അതായത് വാഹനത്തിൽ എന്തെങ്കിലും ട്രബിൾസ് വരികയാണെങ്കിൽ അതിന് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് റാമിലാണ്. ദ കമ്പ്യൂട്ടർ ഡിറ്റർമൈൻസ് ദാറ്റ് എ ഫാൾട്ട് എക്സിസ്റ്റ്. ഏതെങ്കിലും സമയത്ത് എഞ്ചിനൊരു കംപ്ലൈൻറ്റ് കാണുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതിനുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റാസും ഇതിനകത്തുനിന്ന് ECU നമുക്ക് നൽകുന്നുണ്ട്. കാർ സ്കാനറിലേക്കുള്ള ഡാറ്റാസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർ സ്കാനർ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽസ് കാർ സ്കാനറിൽ നേരെ ECUയിലേക്ക് പോകുന്നു. ECU തിരിച്ച് റിപ്ലൈ കൊടുക്കും. ഈ റിപ്ലൈ ഓൾറെഡി റാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എന്താണ് ഫാൾട്ട് എന്നുള്ളതെന്നുള്ളത്. ഇങ്ങനെയുള്ള റാം എന്ന് പറയുന്നത് സാധാരണയായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വോളട്ടൈൽ റാം, പിന്നൊന്ന് നോൺ വോളട്ടൈൽ റാം എന്ന് പറയുന്നത്. എന്താണ് വോളട്ടൈൽ റാം എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ റാം മസ്റ്റ് ഹാവ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഫ്രം ബാറ്ററി. വോൾട്ടേജ് റാമിലേക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നൽകിക്കൊണ്ടിരിക്കും. വെൻ ഡിസ്കണക്റ്റഡ് ഫ്രം പവർ സോഴ്സ് മെമ്മറി എറൈസർ. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ വോൾട്ടേജ് റാമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പവർ സപ്ലൈ കിട്ടിക്കഴിഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും സമയത്ത് നമ്മൾ പവർ സപ്ലൈ അതിൽ നിന്നും എടുത്ത് ഡിസ്കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എറൈസറായിട്ട് പോകും. വോളട്ടൈൽ റാം എന്ന് പറയുന്നത്. നോൺ വോളട്ടൈൽ റാം ഡസ് നോട്ട് ലോസ് ഇറ്റ്സ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഇഫ് ഇറ്റ്സ് പവർ സോഴ്സ് ഈസ് ഡിസ്കണക്ട്. പവർ സോഴ്സ് ഡിസ്കണക്റ്റ് ചെയ്താലും ഒരു നോൺ വോളട്ടൈൽ റാം ആണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നതാണ്. ഡാറ്റ സപ്ലൈഡ് ബൈ ദ സെൻസറി സ്റ്റോർ ഇൻ ദ റാം. അങ്ങനെ റാം സ്റ്റോർ ചെയ്യുന്നത് രണ്ട് തരത്തിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. ഒന്ന് വോളട്ടൈൽ റാമും പിന്നൊന്ന് നോൺ വോളട്ടൈൽ റാം. വോളട്ടൈൽ റാം എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം ഏതെങ്കിലും സമയത്ത് ഒരു സോഴ്സ് ഓഫ് പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ എറൈസറായിട്ട് പോകും. നോൺ വോളട്ടൈൽ റാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സോഴ്സ് ഓഫ് പവർ സപ്ലൈ ഡിസ്കണക്റ്റ് ചെയ്താലും അതിൽ ഇൻഫർമേഷൻസ് എറൈസ് ചെയ്ത് പോകില്ല, അത് സ്റ്റോർ ചെയ്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇനി എന്താണ് റോം? ROM എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി.
റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ റെഫറൻസ് വാല്യൂ സ്റ്റോർഡ് പെർമനൻ്റ്ലി. ഈ റോമിൽ എല്ലാ സമയത്തും ഇതിലെ സോഫ്റ്റ്വെയർ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് permanently store informations that instruct the microprocessor on what to do in very basic and in response to input data. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും എന്താണ് ECU ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പോലും റോമിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ECU എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും റോമിനകത്തുനിന്നും പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് നമുക്ക് ഈ ആക്ടിവിറ്റീസിലൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെൻസർ കൊടുക്കുന്ന ഇൻഫർമേഷനെ വെച്ചുകൊണ്ട് റോമിലുള്ള ഇൻഫർമേഷൻസിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് നേരെ ആക്ടിവിറ്റീസിലേക്ക് അത് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് PROM എന്ന് പറയുന്നത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും. റോം എന്ന് പറയുന്നതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പക്ഷേ PROM പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് റോം പോലെ തന്നെ ആണ് ഇതെങ്കിൽ പോലും ബട്ട് പ്രോഗ്രാമഡ് വിത്ത് റിഗാർഡ് ടു ദ സ്പെസിഫിക് വെഹിക്കിൾ. ഒരു വെഹിക്കിളിൽ ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും PROM എന്ന് പറയുന്ന പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. PROM എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വാഹനത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോണിക് ചാർട്ട് ഓർ ടേബിൾ. സാധാരണയായിട്ട് പ്രോമിനകത്ത് ഒരു ഇലക്ട്രോണിക് ചാർട്ടായിട്ടോ ടേബിൾ പോലെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദീസ് ചാർട്ട് എനേബിൾ ദ മൈക്രോപ്രൊസസ്സർ ടു റെസ്പോണ്ട് ടു എ സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് കണ്ടീഷൻസ് വെൻ മേക്കിംഗ് ഡിസിഷൻ കൺസേണിങ് എ ആക്ടിവേറ്റർ. ഒരു ആക്ടിവേറ്ററിലേക്ക് എന്ത് ഡിസിഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഓൾറെഡി ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്പെഷ്യലി ആ വാഹനത്തിൻ്റെ ആയതുകൊണ്ട് ECUവിന് വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്തുനിന്നും ആ സിസ്റ്റത്തിനകത്തുനിന്നും അതിനെ എടുത്തുകൊണ്ട് ആക്ടിവിറ്റീസിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഒരു വാഹനത്തിൽ പ്രോമിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് മാത്രമായിരിക്കും അതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഹാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് ഹാസ് ടാസ്ക് ഓഫ് മേക്കിംഗ് ആൾ ഡിസിഷൻസ്. മൈക്രോ പ്രൊസസ്സറാണ് ശരിക്ക് ഒരു ECUവിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. സാധാരണ അതിൽ നിന്നാണ് ഡിസിഷൻസ് പുറത്തെടുക്കുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ഇൻപുട്ട് ഇൻഫർമേഷൻസ് ദെൻ കമ്പയർസ് വിത്ത് ദ ഇൻറ്റേർണൽ പ്രോഗ്രാം ആൻഡ് ദെൻ സെൻസ് ഇൻ ദ പ്രോപ്പർ കമാൻഡ്സ്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നതാണ് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ സ്വീകരിക്കുകയും അതിന് തത്തുല്യമായ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള റിട്ടേൺ ഇൻഫർമേഷൻ ഇതിൽ നിന്നും പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മൈക്രോ പ്രൊസസ്സർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഹാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ECUവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ റാം പഠിച്ചു. റോം എന്താണെന്ന് പറയണം? വോൾട്ടേർ റാം ഉണ്ട്, നോൺ വോൾട്ടേർ റാം ഉണ്ട്. റോം എന്താണെന്ന് മനസ്സിലാക്കണം, റീഡ് ഓൺലി മെമ്മറിയാണ്. പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യും, തത്തുല്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തോട്ട് കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു മേജർ പാർട്ടാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഫർമേഷൻ ഇൻപുട്ട് സർക്യൂട്ടും ഇൻഫർമേഷണൽ ഔട്ട്പുട്ട് സർക്യൂട്ട് എന്താണെന്നുള്ളത്. ഇൻഫർമേഷണൽ ഇൻപുട്ടും സർക്യൂട്ട് ഔട്ട്പുട്ട് സർക്യൂട്ട് നമുക്കറിയാൻ പറ്റും. ഇൻപുട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെൻസറിൽ നിന്ന് കിട്ടുന്ന ECUവിലേക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ പറയുന്ന പേരാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ആക്ടിവേറ്റേഴ്സിലേക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ ഫ്രം other ECUs like signals from the driver, passenger, technician, etc. അതായത് വേറൊരു ECUവിൽ നിന്നും ഒരു ടെക്നീഷ്യൻ അയാളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്കാനർ, ദാറ്റ്സ് ഒരു ECU ആണ്. അതിനകത്തൊരു മെമ്മറി ഉണ്ട്. ഈ മെമ്മറിയിൽ നിന്ന് ഒരു ECU ഉണ്ട് അതിനകത്ത്. അതിൽ നിന്നും വാഹനത്തിലുള്ള ECUവിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഈ ട്രബിൾ കാണിക്കുന്നത്, എന്താണ് ഇതിൽ ട്രബിൾ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു സിഗ്നൽ സ്കാനറിൽ നിന്നും വാഹനത്തിലുള്ള ECUവിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ്, അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷനിൽ പറയുന്ന പേരാണ് ഇൻഫർമേഷണൽ ഇൻപുട്ട് സർക്യൂട്ട്. ഒരു ECUവിൽ നിന്നും ഈ ECUവിലേക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ പറയുന്ന പേരാണ് ഇൻഫർമേഷണൽ ഇൻപുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇൻഫർമേഷണൽ ഔട്ട്പുട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മെസ്സേജ് ടു അതർ ECUs ലൈക്ക് എ സിഗ്നൽ ടു ഡ്രൈവർ, പാസഞ്ചർ, എക്സെട്ര. അതായത് ഒരു ടെക്നീഷ്യൻ അയാൾ ഒരു കംപ്ലയിൻറ്റ് ചോദിച്ചുകൊണ്ട് ECUവിന് വാഹനത്തിൽ ECUവിലേക്ക് കൊടുക്കുന്നതിന് ഇൻഫർമേഷൻ ഇൻപുട്ട് സർക്യൂട്ട് എന്നും പറയും. അതേസമയം അതിന് പകരം നമ്മുടെ വാഹനത്തിലുള്ള ECUവിൽ നിന്നും റിട്ടേൺ പോകുന്ന ഇൻഫർമേഷൻ എങ്ങോട്ട് പോകുന്നു? സ്കാനറിലേക്ക്. അത് ബൈനറി കോഡ് രൂപത്തിലാണ് തിരിച്ച് സാധാരണ പോകാറുള്ളത്. ആ കോഡ് പോകുന്ന ആ ഫോർമാറ്റിനെ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ ഔട്ട്പുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. വെൻ ദ ടെക്നീഷ്യൻ മേക്സ് എ റിക്വസ്റ്റ് ടു ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്, അതായത് ഒരു ടെക്നീഷ്യൻ ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ് ആവശ്യപ്പെടുകയാണ്. എന്താണ് ഇതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ECU കമ്മ്യൂണിക്കേറ്റ്സ് ദ ഇൻഫർമേഷൻ വയ സ്കാൻ ടൂൾ ത്രൂ ദി ബൈനറി കോഡ്. അത്
തിരിച്ച് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ECU എങ്ങനെ കൊടുക്കും, ഒരു ബൈനറി കോഡ് രൂപത്തിൽ ആ സ്കാനറിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കാനറിലേക്ക് കൊടുക്കുന്നതിനെ ഇൻഫർമേഷൻ ഔട്ട്പുട്ട് സർക്യൂട്ട് എന്ന് പറയും. സ്കാനറിൽ നിന്നും ECUയിലേക്ക് വരുന്ന ഇൻഫർമേഷനെ ഇൻപുട്ട് സർക്യൂട്ട് എന്നും പറയും. ഓക്കെ, ഇനി എന്താണെന്ന് ECU എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻജിൻ കൺട്രോൾ യൂണിറ്റ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നു. സാധാരണയായിട്ട് അതിൽ നിന്നും ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് ബാറ്ററിയിൽ നിന്നൊരു ഇൻപുട്ട് വരുന്നുണ്ട്, പിന്നെ സെൻസേഴ്സിൽ നിന്നൊരു ഇൻപുട്ട് വരും. അപ്പോൾ ഇൻപുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് സെൻസറുകളിൽ നിന്ന് വരുന്നതും ബാറ്ററിയിൽ നിന്ന് വരുന്നതും ഒരു ഇൻപുട്ട് കണക്ഷനാണ്. ഇനി എൻജിൻ കൺട്രോൾ യൂണിറ്റിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കൊന്ന് പോകുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡിലേക്കൊന്ന് പോകുന്നുണ്ട്. പ്ലസ് എൻജിൻ ആൻഡ് എക്സോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ആക്ടിവേറ്റേഴ്സിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, ഫ്യൂൽ ഇഞ്ചക്ടർ, ത്രോട്ടിൽ, ഇഗ്നേഷൻ സിസ്റ്റം, EGR വാൽവ്, എക്സോസ്റ്റ് സിസ്റ്റം എന്നിലേക്ക് പോകുന്ന ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന ഒരു ഔട്ട്പുട്ട്. പ്ലസ് വേറൊന്ന് പുതിയതായിട്ടുള്ളത് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണ തൊട്ട് നോക്കിയാൽ കാണാം. ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് കഴിഞ്ഞാൽ പിന്നെ DLC ഡയഗ്നോസ്റ്റിക് ലിങ്ക് കണക്ടർ അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് കണക്ടർ എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വാഹനത്തിലും DLC എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ലിങ്ക് കണക്ടർ എന്ന് പറയുന്ന യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും വാഹനത്തിലെ ഫാൾട്ട് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ലിങ്ക് കണക്ടറുമായിട്ട് സ്കാനറിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബൈ കേബിൾ മുഖാന്തരമാകാം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് മുഖാന്തരമാകാം. ഡാറ്റ ലിങ്കും സ്കാനറും കൂടി ഏതെങ്കിലും വിധത്തിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കാനറിൽ നിന്നും നമ്മൾ ട്രിബിൾ കോഡ് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചുകൊണ്ട് ECUയിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സർക്യൂട്ടാണ് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ECUയിൽ നിന്നും തിരിച്ച് സ്കാനറിലേക്ക് ബൈനറി കോഡായിട്ട് തിരിച്ച് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുകയും ഒരു ടെക്നീഷ്യൻ വളരെ ഈസി ആയിട്ട് ഏതാണ് സിസ്റ്റം കംപ്ലൈൻറ്റ് എന്നുള്ളത്, ഏത് ബന്ധപ്പെട്ട് കിടക്കുന്ന സെൻസറാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന കണക്ഷനാണ് സർക്യൂട്ടാണ് കംപ്ലൈൻറ്റായി കിടക്കുന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് വളരെ ചെറിയ രൂപത്തിൽ നമ്മുടെ ഏകദേശം നെമി മോഡലിൽ പറഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ളൊരു എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഞാൻ വളരെ കൺക്ലൂഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.